ഹലോ നമസ്കാരം. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ലവ് റീഡിങ് മാത്രമല്ല കേട്ടോ. നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ലവ് റീഡിങ്ങുമായിട്ടായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ലവ് റീഡിങ് മാത്രമല്ല. കൂടുതലും ഒരു ലവ് റീഡിങ്ങിൻ്റെ എനർജി വരാം, നോ കോണ്ടാക്റ്റിൻ്റെ എനർജി വരാം. അത് നമുക്ക് റീഡിങ് ചെയ്ത് തുടങ്ങുമ്പോൾ നോക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിത് ലവ് റീഡിങ് മാത്രമായിട്ടല്ല നോക്കുന്നത്, അത് ആദ്യമേ പറയട്ടെ. അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തിയുടെ ചിന്തകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, ചില കാര്യങ്ങൾ റെസനേറ്റ് ആവാതിരിക്കാം. സോ ടേക്ക് വാട്ട് ആസ് ഇറ്റ് റെസനേറ്റ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നോ അത് മാത്രം എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ വരൂ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ, ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാവാം, ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും ഏകദേശം ഒരുപോലെ ആണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എല്ലാ കാര്യവും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. സോ ടേക്ക് വാട്ട് ആസ് ഇറ്റ് റെസനേറ്റ്. അതായത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഇഷ്ടമുണ്ടാവും, ഇഷ്ടമില്ലാത്തതുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ കുറേയൊക്കെ നിങ്ങൾക്കും ഇഷ്ടമുള്ളതായിരിക്കും. ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും ഒന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒന്നാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം അങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത് കൂടുതലും റെസനേറ്റ് ആവുക ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഹസ്ബൻഡിനെ കുറിച്ചോ വൈഫിനെ കുറിച്ചോ ആണ് ചിന്തിച്ചതെങ്കിൽ കൂടുതലും അങ്ങനെ റെസനേറ്റ് ആവും. ഇല്ല, ഈവൻ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചെന്നിരിക്കട്ടെ, എന്നിരുന്നാലും ഇത് റെസനേറ്റ് ആവും. ഒരുവിധം എല്ലാ ആൾക്കാർക്കും റെസനേറ്റ് ആവും. എന്നിരുന്നാലും ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് അവരുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഒരു എന്താ പറയുക സന്തോഷം തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ അവർ എത്രത്തോളമാണോ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അത്രത്തോളം പ്രാധാന്യം നിങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിലും, ഇല്ല നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചോ നിങ്ങളുടെ വൈഫിനെ കുറിച്ചോ ആരെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചതെന്ന് വെച്ചാലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്ന ബഹുമാനം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത്രത്തോളം നിങ്ങളും തിരിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് തിരിച്ച് നൽകുന്നുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് അവർക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അത് നിങ്ങൾ കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വെച്ചോളൂ, പക്ഷെ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അവർ എത്ര പ്രാധാന്യം നിങ്ങൾക്ക് തരുന്നുണ്ടോ അത്രയും പ്രാധാന്യം നിങ്ങൾ അവർക്കും കൊടുക്കുക എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളത് കൊടുക്കുന്നുണ്ടാവാം, ആ ഒരു ഇഷ്ടവും ആ ഒരു ബഹുമാനവും നിങ്ങൾ നൽകുന്നുണ്ടാവാം. ഇനി കൊടുക്കുന്നില്ലെങ്കിൽ അത്രയും ഒന്ന് നൽകിക്കൂടെ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അത്രയും ഒന്ന് നൽകിക്കൂടെ, അവർ നിങ്ങൾക്ക് തരുന്ന ബഹുമാനം നിങ്ങളും അവർക്ക് കൊടുത്തൂടെ എന്നവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പക്ഷേ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം. അതായത് അവർ നിങ്ങൾക്ക് തരുന്ന ബഹുമാനം എത്രത്തോളമാണോ, അവർ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം, അവർ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം അത് എത്രത്തോളമാണോ അത് നിങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്.
അതവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെയും ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ആണോ അത്രയും പ്രാധാന്യം നിങ്ങൾ അവർക്ക് നൽകണം. നൽകിയിരുന്നെങ്കിൽ നൽകിക്കൂടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ഒത്തിരി അറിയുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾ നന്നായിട്ട് അറിയുന്നവരായിരിക്കാം അവർ. എന്നാലും ഇനിയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു വലിയൊരു പുസ്തകം പോലെയാണ് നിങ്ങളെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു പുസ്തകം നമ്മളിങ്ങനെ എടുക്കുന്നു, നമ്മൾ വായിച്ചിട്ടും ഇത് തീരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത്രത്തോളം നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു പുസ്തകമായിട്ടുള്ള നിങ്ങളെ എന്ന് വെച്ചാൽ, നിങ്ങളൊരു പുസ്തകമാണെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു പുസ്തകമാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. ആ ഒരു പുസ്തകത്തെ എത്രത്തോളം വായിച്ചിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു പുസ്തകം വായിക്കാൻ അവരിഷ്ടപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളെന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനിയും ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് സന്തോഷമാണ്. നിങ്ങളെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് അവർക്ക് സന്തോഷമാണ്. ഇങ്ങനെയും നമുക്ക് കാണാം, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെയും പറയാം. അതായത് നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമേ ഉള്ള കാര്യമല്ല, നിങ്ങളെ മനസ്സിലാക്കാനേ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. എന്നാൽ നിങ്ങളെക്കുറിച്ച് കുറേയൊക്കെ അവർക്കറിയാം. ഇനിയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണോ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാമെന്നതുകൊണ്ട് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, അവരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. നിങ്ങളെ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഇനിയും മനസ്സിലാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇതിൽ ചിന്തിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കാനേ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളെ മനസ്സിലാക്കാൻ, അത്ര ഈസി അല്ല നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ കുറ്റമല്ല കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവരത് കുറ്റമായിട്ട് പറയുന്നു എന്ന് വിചാരിക്കണ്ട. അവർക്ക് എന്തുകൊണ്ടോ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലോ അല്ലേ? അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരുന്ന് സംസാരിച്ച സമയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് സന്തോഷമായിട്ട് ഇരുന്ന് സംസാരിച്ച സമയങ്ങളുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ച കാര്യങ്ങളും, നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന വളരെ സന്തോഷമായിട്ടിരുന്ന ഓരോ നിമിഷങ്ങൾ, ആ ഒരു നിമിഷത്തെ പറ്റിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സംസാരിച്ച പല കാര്യങ്ങളും അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരോട് സംസാരിച്ച കാര്യങ്ങൾ, അവർ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, അതെല്ലാം. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ, ആ ഒരു സുഹൃത്തിനോട് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ സന്തോഷമായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചതും, ആ നല്ല നല്ല സന്തോഷമുള്ള വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക്
ആ കാര്യങ്ങളൊക്കെ ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇനിയും അതുപോലെയുള്ള സന്തോഷമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സംസാരങ്ങളെന്നല്ല, സംസാരിക്കണം, അങ്ങനത്തെ നിമിഷങ്ങൾ, അങ്ങനത്തെ വളരെ വിലപ്പെട്ടതായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ സംസാരം ഇനിയും ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംസാരം, ആ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു സംസാരം അവർക്ക് കേൾക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആ ഒരു വ്യക്തി നിങ്ങളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജിയും ഇവിടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത്, ഏതൊരു കാര്യമാണോ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആവുന്നത്, നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ആവുന്നത്, അത് നിങ്ങളെടുക്കാം. ഓക്കെ. അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് എന്താ പറയുക, ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജാണിത്. അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മുടിയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ മുടി നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ തൊട്ട് അങ്ങനെ സംസാരിക്കുന്നവരാണെങ്കിൽ, ചില സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരുടെ മുടിയിൽ ഇങ്ങനെ തൊട്ടിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മുടിയെക്കുറിച്ച് എപ്പോഴും പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മുടിയെക്കുറിച്ചോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുടിയെ ഒത്തിരി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടിയെപ്പറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതവർ ചിന്തിക്കുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുടിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ടായിരിക്കാം, അത് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടിയിലിങ്ങനെ തൊട്ട് ഇങ്ങനെ പിടിച്ച് ആ മുടിയിലിങ്ങനെ തൊട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരിക, അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി അവർക്കിഷ്ടമായിരിക്കാം കേട്ടോ. ഇതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളുടെ മുടിയെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കാം. പക്ഷേ സംതിങ് റിലേറ്റഡ് ടു, എനിക്കങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് മുടിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിലേത് കാര്യമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം, ബഹുമാനം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബഹുമാനത്തിൻ്റെ എനർജി വീണ്ടും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇഷ്ടവും ബഹുമാനവും കൂടി ചേർത്താണ് പറഞ്ഞതെങ്കിൽ, ഇവിടെ ബഹുമാനമാണ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ അവരൊത്തിരി ബഹുമാനിക്കുന്നുണ്ട് എന്നൊരു എനർജി അതെനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ ഒത്തിരി അവർ ബഹുമാനിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെ ഒത്തിരി, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്ര ബഹുമാനം തരുന്നില്ല, നിങ്ങൾ അർഹിക്കുന്ന ഒരു ബഹുമാനം അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെയും ആവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ബഹുമാനം, ഇഷ്ടം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്താണോ റെസനേറ്റ് ആവുന്നത് അതുപോലെ എടുക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങളെന്ന വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല ഇതെങ്ങനെ പറയണമെന്ന്. നിങ്ങൾ പറയുന്നത് എന്താണോ അതിങ്ങനെ കണ്ണുമൂടി കേട്ടുകൊണ്ടിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ചിരിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആളിങ്ങനെ ആ കാര്യം ചിന്തിക്കുമ്പോൾ ആൾക്കൊരു എന്താ പറയുക, സന്തോഷമാണ് വരുന്നത്, ഒരു നെഗറ്റീവ് എനർജി അല്ല എനിക്കവിടെ വരുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ണുമൂടി കേൾക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതെല്ലാം അതുപോലെ അംഗീകരിക്കുക എന്നുള്ള ഒരു ഇതല്ല, അംഗീകരിക്കുക എന്നുള്ള ഒരു ഇതിലല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കുക. എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾക്ക്
നിങ്ങൾക്കത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലാതെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വേറെ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുക എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ എങ്ങാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല എന്നുള്ള കാര്യവും, അതിൻ്റെ പേര് മേ ബി നിങ്ങൾ പിണങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിണങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും അവർ ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമായിക്കോട്ടെ, നിങ്ങൾക്കത് പ്രധാനമാണ്. അപ്പോൾ അത് കേൾക്കണം, അത് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന വ്യക്തിയും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതല്ല. അതുപോലെ ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷേ ഒരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നൊരു കാര്യം അവർ വിചാരിക്കുന്നതാണ് കേട്ടോ, നിങ്ങളങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ പറയുന്നൊരു കാര്യം അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊരാൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ച് കൊടുക്കില്ല എന്നൊരു ചിന്ത അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ അവർ പറയുന്നതൊക്കെ കേൾക്കും, ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. സോ അതുപോലെ നിങ്ങളും ശ്രദ്ധിക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിങ്ങനെയല്ല, ഇങ്ങനെയാണ് കേട്ടോ എന്ന് ആ ഒരു വ്യക്തി ആര് പറഞ്ഞു ഇതിങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതവർക്കൊരിക്കലും ഒരു ദേഷ്യം തോന്നുന്ന ഒരു കാര്യമല്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കത് തോന്നാറുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അവർക്ക് ഓർമ്മ വരുന്ന കൂട്ടത്തിൽ നിങ്ങളങ്ങനെ സമ്മതിച്ച് കൊടുക്കുന്ന, അങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല എന്നുള്ളൊരു ചിന്ത കൂടി അവർക്കുണ്ട്. ചില സമയത്ത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്ത് അവർക്കൊരു ചെറിയൊരു നീരസം തോന്നാറുണ്ട്. അത് കാരണം എന്തുകൊണ്ട് ഞാൻ പറയുമ്പോൾ എന്താ സമ്മതിച്ച് തരാത്ത, ഞാൻ സമ്മതിച്ച് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അവർക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടുതലായിട്ടും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ്, നിങ്ങളുടെ നേച്ചറല്ല, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ചില സമയത്ത് അങ്ങനെയാണ് എന്നവർ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ചില സമയത്ത് അതവർക്ക് കുറച്ചൊരു നീരസം തോന്നാറുണ്ട്. പക്ഷെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ടിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പിണക്കവും നിങ്ങളുടെ ആ ഒരു സംസാര രീതിയും നിങ്ങളതല്ല ഇതാണെന്ന് പറയുന്നതും അതൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും പറയാം. ചില സമയത്ത് അതെങ്ങനെ എന്നുള്ളൊരു ചിന്തയും അവരുടെ മനസ്സിൽ വരാറുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിവിടെ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എനിക്കിവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം എന്നില്ല. ചിലവർക്ക് മാത്രം, ചില ആൾക്കാർക്ക് മാത്രം, ചിലവർക്കെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മാത്രം ഇത് റെസനേറ്റ് ആവാം. ഇതൊരു ലോങ് ഡിസ്റ്റൻസ്, ഈവൻ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്ര പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യമൊക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ യാത്രയെക്കുറിച്ച് സംസാരിച്ചത് അതൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു കാര്യം അവർക്കും ഇഷ്ടമായിരിക്കാം കേട്ടോ. യാത്ര പോകാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത്, ആ ഒരു എനർജി ശരിക്കും ഒരു ചെറിയ വിഷമം തോന്നുന്നതാണ്. പക്ഷെ അത് ആ വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെ വിഷമമായിട്ടുള്ളൊരു കാര്യമായിട്ടില്ല. അത് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് ചിരി വരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ വളരെ നിങ്ങൾ സംസാരിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചൊക്കെ വെക്കും. എന്നാൽ പോകുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല. പലതവണയും അങ്ങനെ പറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിൽ ഒന്നിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ
പറ്റാതെ വരാറുണ്ട്. അത് ചില ആൾക്കാരത് ചിന്തിക്കുമ്പോൾ ഒരു ചിരിച്ച് അങ്ങനെ വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചില ആൾക്കാരത് ചിന്തിക്കുമ്പോൾ അയ്യോ എന്നാലും അത് പറ്റിയില്ലല്ലോ. അങ്ങനെ യാത്ര പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അത് വിഷമമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അതൊരു ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകണം എന്ന് വെച്ചിട്ട് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തതൊക്കെ അത് അവർക്കും വിഷമമായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്താണോ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ എന്നില്ലല്ലോ. നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്താണോ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത് ഇതുപോലെ തന്നെ വളരെ ചിരിച്ച് ഇതിൽ കുറച്ച് വിഷമത്തിൻ്റെ കാര്യം കൂടിയുണ്ടല്ലോ. അതായത് വിഷമം എന്ന് വെച്ചാൽ ഒന്നിച്ച് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ല എന്നൊരു വിഷമം, ആ ഒരു എനർജി ഉണ്ട്. തമാശയായിട്ട് വിചാരിക്കുന്നവരുണ്ട്, അയ്യോ എപ്പോഴും ഇങ്ങനെ പറയും പക്ഷെ നടക്കില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അയ്യോ എന്നിട്ട് പറഞ്ഞിട്ട് പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിൽ ആ വിഷമത്തിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷമം അല്ല, ഒരു ചിരി, സന്തോഷം, സ്നേഹം, പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ദേഷ്യം അതുമുണ്ട്. അതായത് ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ദേഷ്യം എന്നല്ല, പക്ഷെ യെസ്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നാൽ മേ ബി നിങ്ങൾ പെട്ടെന്ന് ആ സാധനം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വരില്ല. നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈഫാണെങ്കിൽ എന്താ പറയുക, ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആൾക്ക് ദേഷ്യവും വരുന്നുണ്ട് എന്നാൽ ചിരിയും വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ലൈക്ക് നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനങ്ങൾ വേറെ ആയിരിക്കും, നിങ്ങളത് വാങ്ങും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വേറെയും സാധനങ്ങൾ വാങ്ങുമായിരിക്കും. ഇത് വളരെ സ്പെസിഫിക്കാണ്. ആ ഒരു കാര്യം അവർക്ക് എപ്പോഴും ഓർമ്മ വരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. ഇതെന്ത് ഫീലിങ്സ് ആണെന്ന് ചോദിച്ചാൽ ഇതും ഒരു ഫീലിങ്സ് ആണ്. ഇതും അവരുടെ ഫീലിങ്സിൽ വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചിരിക്കുന്ന പോലത്തെ ഒരു എനർജി, ആളുടെ എനർജി അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരിക്കലും അത് നിങ്ങളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല കേട്ടോ. ആളുടെ എനർജിയിൽ ആൾ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ആളുടെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി ആൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില സമയത്ത് എന്താ ഇങ്ങനെ എന്നുള്ളൊരു ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നും, പക്ഷെ കൂടുതലും അത് ആൾ ഇഷ്ടപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിവിടെ കിട്ടുന്ന എനർജി എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഇതൊരു എനർജി മാത്രമായിട്ട് എടുത്താൽ മതി. അതൊരിക്കലും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന പോലെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒരിക്കലും അല്ല, ആളങ്ങനെ ഒരിക്കലും കളിയാക്കുന്ന പോലെ ചിന്തിച്ചു എന്നുള്ളതല്ല. അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ചില എനർജി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അത് ഇഷ്ടത്തോടെയാണോ ദേഷ്യത്തോടെയാണോ എന്ന്. എനിക്കങ്ങനെ ദേഷ്യത്തിലുപരി ആ ഒരു ഇഷ്ടമാണ്. ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കും. ചിലപ്പോൾ കുറച്ചൊരു ദേഷ്യമൊക്കെ തോന്നും, എന്താ ഇങ്ങനെ എന്നൊക്കെ, പക്ഷെ കൂടുതൽ അവരത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഞാൻ എങ്ങനെ കിട്ടുന്നോ ആ ഒരു എനർജി എങ്ങനെ കിട്ടുന്നോ അതേപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് ആ ഒരു വ്യക്തിക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെ അല്ല ആ വ്യക്തി സംസാരിക്കുന്നത്. എനിക്ക് വളരെ ആ വ്യക്തി അതൊരു ഇഷ്ടത്തോടെ പറയുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് അഭിപ്രായം ചോദിക്കാറുണ്ടെങ്കിൽ ഇത് ശരിയാവോ, ഇങ്ങനെ ഞാൻ തീരുമാനം എടുത്താൽ ശരിയാവോ, അത് തെറ്റായിരിക്കുമോ, അത് കുറച്ചും കൂടി ഈ ഒരു തീരുമാനം ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരു തീരുമാനം എടുക്കുന്നു, ഈ തീരുമാനം കറക്റ്റായിരിക്കുമോ, തെറ്റാവോ, ശരിയാവോ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവരിങ്ങനെ കേട്ടിട്ട് കുഴപ്പമില്ല, നല്ല തീരുമാനമാണ്, എടുത്തോളൂ ആ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാലോ, ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയാലോ എന്ന് നിങ്ങളിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അത് ശരിയാണ്, ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് അവരുടെ അഭിപ്രായം പറയുമ്പോൾ
അത് ശരിയാവില്ല. അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു, പക്ഷെ ഞാനത് എടുക്കാത്തത്. ആ ഒരു കാര്യം എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ അത് ശരിയാവില്ല. അതുകൊണ്ടാണല്ലോ ഞാനത് പറയാത്തത്. പറയും, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂ. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂ. അങ്ങനെയൊന്നും സംസാരിച്ച് ശരിയാവില്ല, ഞാൻ കുറച്ചും കൂടി ഒരു മാറ്റം വരുത്താനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ആ തീരുമാനം ശരിയാവില്ല, കുറച്ചും കൂടി മാറ്റം വരുത്തി. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയോട് ചോദിച്ച് ആ വ്യക്തി കുറേ എന്താ പറയുക അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയാവാം, ഇങ്ങനെയാവാം അങ്ങനെ കുറേ പറയും. എന്നിട്ട് ഇതൊന്നും ശരിയാവില്ല, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഓക്കെ ആവും എന്നും പറയും. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, ഇത് തന്നെയല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, അങ്ങനെ ചോദിക്കാം. അങ്ങനെ പലതവണ പല അഭിപ്രായങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുമെങ്കിൽ പോലും അവസാനം നിങ്ങളെടുത്ത തീരുമാനം തന്നെയായിരിക്കും, നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും വന്നെത്തുക. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ആ വ്യക്തിയോട് ചോദിക്കും, മാറ്റി പറയൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ശരിയാണോ എന്ന് ചോദിക്കും. ശരിയാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കും, പറയും. എന്നിട്ട് അവസാനം നിങ്ങൾ ആദ്യം എടുത്ത തീരുമാനം എന്താണോ, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണോ അതിൽ തന്നെ വന്ന് നിൽക്കും. ആ ഒരു കാര്യവും അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് അവർ ചിന്തിക്കും, ആ തീരുമാനം തന്നെ എടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിച്ച് എന്ന് പലപ്പോഴും അവർ ചിന്തിക്കും. അത് ചിന്തിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷനും ആവും, രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷനും ആവും. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കൺഫ്യൂഷൻ പോയിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആവും. ആ ഒരു കാര്യവും അവരിങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്നോട് ചോദിച്ചിട്ട് അവസാനം ആദ്യം പറഞ്ഞ കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ ഇതായിരിക്കാം സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് ആ വ്യക്തി പറയുമ്പോൾ അവസാനം നിങ്ങൾ എന്ത് തീരുമാനമാണോ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ സംസാരിക്കാൻ വിചാരിച്ചത് അത് തന്നെയായിരിക്കും നിങ്ങൾ സംസാരിക്കുക. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? അറിയില്ല. ആ ഒരു കാര്യം അവർ ചിന്തിക്കാറുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ആ വ്യക്തിയുടെ എനർജി ആയിരിക്കാം. അതെനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് തോന്നുന്നെങ്കിൽ ഇത് കുറേ പേർക്ക് റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത്. എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, തുടക്കം മുതൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ലഭിച്ചത്. അപ്പം അത് നിങ്ങളുടെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിച്ചത് ആ ഒരു വ്യക്തിയുടെ എനർജിയാണ്. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയോട് കൂടി തന്നെ ഈ ഒരു റീഡിംഗ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം. ബൈ ബൈ.